ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് എയർപോർട്ടിലാണ്. ചിറ്റപ്പൻ വരുന്നു. ചിറ്റപ്പൻ്റെ കാര്യമായിട്ട് ഞാനിപ്പോൾ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. ഭയങ്കരമൊന്നുമില്ല, ഒരു കൊച്ചി എയർപോർട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നല്ല പാടുണ്ടോ ഗായ്സ്? എന്താ കുറുക്ക് വരികയെന്നറിയാവോ? ഇപ്പം നമുക്ക് ഇവിടെ നിന്നത് 6:30-ക്കാണ് ചിറ്റപ്പൻ വരുന്നത്. അതുകൊണ്ട് ഗായ്സ് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടേ കണ്ടാ പോന്നെ പ്ലെയിന്. നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് അറിയത്തില്ല. പ്ലെയിൻ പോകുന്നുണ്ട് ഗൈസ്, നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പ്ലെയിൻ പോകുന്നുണ്ട്, തിരിക്കാൻ പറ്റത്തില്ല ക്യാമറ. ദാറ്റ്സ് ഓൾ. പ്ലെയിനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഗായ്സ്, എനിക്ക് ആ ഒരു വ്യൂ എടുക്കണമെന്നുണ്ട്. നല്ല രസത്തെ പോകുന്നതാണ് ഗായ്സ്. ഈ വരുന്ന ജനുവരിയോ മാർച്ച് ഞാൻ സൗദിയിൽ പോവാണ്ട. പ്ലെയിനിലേക്ക് ഞാൻ ആദ്യത്തെ ഫ്ലൈറ്റ് ആണത്. ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടന്നിട്ടാണ്. അപ്പം ഇപ്പം ഞാൻ നിൽക്കുന്നത് എയർപോർട്ടിൻ്റെ ഒരു എൻട്രൻസിലാണ്. എൻട്രൻസിൽ ഒരു പകുതിയിൽ നിൽക്കുകയാണ് ഞാൻ ഇപ്പം. വെളിയിറങ്ങി വീഡിയോ എടുക്കണമെന്നുണ്ട്, പക്ഷെ സമ്മതിക്കൂല. ഗായ്സ്, ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് പോകുന്ന ആ ഒരു ഫ്ലൈറ്റ് കാണാൻ തന്നെ. എനിക്ക് ഏത് ഫ്ലൈറ്റ്, എക്സ്പ്രസ് ആണോ ഇൻഡിഗോ ആണോ ഏത് ഫ്ലൈറ്റ് ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈച്ചയുടെ കാറ്റ്. ചേട്ടൻ്റെ വണ്ടി ഓടി എന്ത് പറയണം, സന്തോഷം ശാനം തോന്നുന്നു കേട്ടോ. ഗായ്സ്, നിങ്ങൾ എൻ്റെ ഫോളോ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ 100K ആക്കി തരുവാണ്. 100K ആക്കി തരുവാണ്. നിങ്ങൾ അടിക്കുക, അത് നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്നതായിരിക്കും. നിങ്ങൾ എനിക്ക് ചെയ്ത് തരണം, അത്രേ ഉള്ളു. സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവർക്കും എല്ലാവരും, സബ്സ്ക്രൈബേഴ്സോ എന്നില്ല, ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഞാൻ വൈകുന്നേരം രാത്രി നിന്നത് ഒരു സാധനമാണ്. ഫുഡ് വ്ലോഗും വരുന്നുണ്ട് കേട്ടോ. ചുണ്ടൊക്കെ അകപ്പോടെ ഇത് ഡ്രൈ ആക്കി. ഇതൊക്കെ കണ്ടോ എഴുതി തന്നെ ഞാൻ. അപ്പം ഗായ്സ്, ഇപ്പം ഞാൻ ഈ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ പാട്ടായിട്ട് വരുന്നുണ്ട്. ആ പാട്ടിലായിരിക്കും നിങ്ങൾക്ക് ഞാൻ എൻ്റെ ചിറ്റപ്പൻ വരുന്ന വ്ലോഗ്. അപ്പം ബൈ.